ഖുർആനിൽ ധാരാളം കഥകളും ചരിത്രങ്ങളുമുണ്ട്. ഇതിൽ ആവർത്തിക്കപ്പെട്ട ചരിത്രമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ചരിത്രം. മനുഷ്യചരിത്രം ഒന്നടങ്കം ആശയപരമായി വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ പോലും 3 സെമിറ്റിക് മതങ്ങൾ പ്രത്യേകിച്ചും ഇബ്രാഹിം അലൈഹിസ്സലാമയെ അവരുടെ ആത്മീയ ഗുരുവായും മാതൃകാ പുരുഷനായും വിലയിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതം അസംഖ്യം പാഠങ്ങൾ ഒരു വിശ്വാസിക്ക് പകർന്നു നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കഥകൾ, ചരിത്രങ്ങൾ ഖുർആൻ നൽകുന്നത് വെറും കഥകളായും ചരിത്രങ്ങളായും പറയാനും ആസ്വദിക്കാനും ഉള്ള കാര്യങ്ങളായിട്ട് മാത്രമല്ല. ഓരോ ചരിത്രവും ഓരോ കഥയും വളരെ ശക്തമായ ഗുണപാഠങ്ങളും അധ്യാപനങ്ങളുമാണ്. നമ്മളെ ഉപദേശിക്കുന്ന, വഴി നടത്തുന്ന അധ്യാപകനാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ ചില സമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ്, അവരുടെ കഥകളിൽ ബുദ്ധിമാന്മാർക്ക് ഗുണപാഠങ്ങളുണ്ട്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക്. പ്രവാചകന് കഥകൾ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് സൂറത്ത് ഹൂദിന്റെ 120 ആ സമൂഹത്തെക്കുറിച്ച്, ആദ് സമൂഹത്തെക്കുറിച്ച്, സ്വാലിഹ് നബിയുടെ ജനതയെക്കുറിച്ച്, അങ്ങനെയുള്ള ആളുകളൊക്കെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ്, ഈ കഥകളൊക്കെ നിനക്ക് നാം പറഞ്ഞു തന്നത് വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, പ്രവാചകന്മാരുടെ സമൂഹങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് മാ നുസബ്ബിതു ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാനാണ്. ഈ ആശയപ്രചാരണവുമായി പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ നബിയെ അങ്ങനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അങ്ങനുഭവിക്കുന്ന പീഡനങ്ങൾ, അങ്ങയുടെ ജനത അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അത് നിങ്ങൾക്ക് മാത്രം വന്നതല്ല, അത് ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അത് ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ വിഷയം പറയുന്നവരോട് ആളുകൾ കണ്ണുരുട്ടും. അതുകൊണ്ട് ഭയന്ന് പിന്മാറി ഐഡന്റിറ്റി വ്യക്തമാക്കാതെ ഒളിച്ചോടലോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ മാത്രം നിൽക്കലോ, ആളുകളുടെ ചിരിമായുന്നത് ഭയന്ന് മൗനം പാലിക്കലോ, സ്വന്തം വ്യക്തിത്വം വ്യക്തതപ്പെടുത്താതിരിക്കലോ അല്ല പരിഹാരം. ആളുകൾ പിണങ്ങും. മാ നുസബ്ബിത് ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നാം ചെയ്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഖ്സുസിൽ ഖസസ് ലഅല്ലഹും യതഫക്കറൂൻ, നബി അങ്ങ് കഥകൾ, ഖുർആൻ പറഞ്ഞ ഓരോ കഥകളും അങ്ങനെ പറഞ്ഞു കൊടുക്കുക, അവർ ചിന്തിച്ചോളും എന്നാണ്. ഖുർആന്റെ പൊതുവായ കഥകളെ കുറിച്ചുള്ള ഒരു പ്രയോഗം, മാ കാന ഹദീസൻ യുഫ്തറ, ഇതൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയല്ല, ചരിത്രത്തിലെ വളരെ ഷാർപ്പായിട്ടുള്ള, എല്ലാ നിലക്കും 100% സത്യസന്ധമായിട്ടുള്ള കഥകളാണ് എന്ന് ഖുർആൻ പറയണം. അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളെയും വിശ്വാസികൾക്ക് അതിജീവിക്കാനും തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള പാഠങ്ങളാണ്. അതേപോലെ സത്യം തുറന്നു പറയാനുള്ള ധൈര്യമാണ്. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം ഉൾപ്പെടെയുള്ളത് നമുക്ക് പാഠമാണ്. അതുകൊണ്ട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, എനിക്കെന്ത് പാഠം കിട്ടി? നമ്മളിനി എഴുതിൽ അള്ളാഹക്ക് നല്ല പുത്തനുടുപ്പൊക്കെ ധരിച്ച് മുസല്ലയിലൊക്കെ വന്ന് നിസ്കരിച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പതിയെ നീങ്ങും. വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരാഘോഷം അള്ളാഹു ഒരുക്കിയത് അതിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്കുള്ളതെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഒന്നാമത് പറഞ്ഞു നിർത്തുന്ന പോയിന്റിൽ ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നുള്ള മഹാപ്രവാചകന്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠം എന്താണ്? ഞാൻ പകർത്തിയ പാഠം എന്താണ്? എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനും എന്തെങ്കിലും ഒന്ന് ചേർത്ത് വെക്കാനും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ വലിയ കാര്യങ്ങളുണ്ട്. ലോകത്ത് ഇപ്പോഴും നൂറുകണക്കിന് മനുഷ്യന്മാർ ആ പാതയിൽ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? വിശ്വാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടത്. അവിടുത്തെ ഭരണാധികാരിയുടെ വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടല്ല, ശരിക്കും ശ്രദ്ധിക്കണം. അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയുടെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ സംസാരിച്ചതുകൊണ്ടോ, വികസന പ്രക്രിയയിൽ ഇടപെട്ടതുകൊണ്ടോ, അതല്ലെങ്കിൽ അധികാര അട്ടിമറികൾക്ക് വേണ്ടി ശ്രമിച്ചതുകൊണ്ടോ, ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഒന്നല്ല. ഈ പറഞ്ഞ പോലെ ഭരണകൂടത്തിന്റെ തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ല. അതല്ലെങ്കിൽ സാമൂഹിക തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ പ്രബോധനം ആരംഭിച്ച നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ കാരണം അവിടുത്തെ സാമൂഹിക തിന്മകളോട് യുദ്ധം ചെയ്തതല്ല. പ്രാമാണികമായിട്ടെടുത്താൽ അവിടെ മദ്യപിച്ചത്, അവിടെ വ്യഭിചരിച്ചത്, അവിടെ മോഷ്ടിച്ചത്,
അല്ലെങ്കിൽ അവിടുത്തെ ഏകഛത്രാധിപതികളുടെ ഏകാധിപത്യ പ്രവണതകൾ, അതായിരുന്നില്ല വിഷയം. മറിച്ച് അള്ളയാണ് ആരാധനക്കർഹൻ, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പച്ചക്ക് പറഞ്ഞതാണ്. അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ആരും തെറ്റൂല. ആരും തെറ്റോ? ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഒരാളും തെറ്റൂല. നല്ല പ്രഭാഷണമായിരുന്നു എന്ന് പറയും. കൂട്ടത്തിൽ വഹീദ്ദീൻ ശേഖിനെ ആരാധിക്കാൻ പാടില്ല, ഗുരുവായൂരപ്പനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നമാകുക. അവിടെയാണ് ഇന്നത്തെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഷാർപ്പായി ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതും കൂടി പറയണം. അത് പറയുമ്പോൾ അത് പറഞ്ഞതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത്, ലാത്തനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു, ഉസ്സനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവയൊന്നും വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ആളുകളുടെ മുഖം ചുളിയും, ഇത് പറയുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകും. അവിടെ നമ്മൾ അസ്വസ്ഥതയുടെ കാരണം കൊണ്ട് അത് നിർത്തലോ ഉപേക്ഷിക്കലോ അല്ല വഴി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നൽകിയ പോരാട്ടത്തിന്റെ വഴി അത് വളരെ ശക്തമായ മെസ്സേജ് നമുക്ക് നൽകുന്നതാണ്. ഇന്നും ലോകത്ത് എത്രയോ മനുഷ്യർ ഇതിനൊക്കെ ചവിട്ടിക്കടന്ന് അവര് ജീവാർപ്പണം നടത്തുന്നുണ്ട് അല്ലേ? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമുക്കൊക്കെ നമ്മൾ വിശ്വസിക്കണ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എപ്പോൾ ആണെങ്കിലും പള്ളിക്കൊക്കെ വരാം, എങ്ങനെയാണെങ്കിലും നിസ്കരിക്കാം. നമ്മളെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്നലെ വരെ മറ്റൊരു മതത്തിലും മറ്റൊരു വിശ്വാസത്തിലായിരുന്നു. സത്യം ബോധ്യപ്പെട്ട് ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, ഇവിടുത്തെ ഫാസിസ്റ്റുകളുടെ ഒക്കെ വാൾ മുനക്കു മുന്നിൽ അവസാനിച്ചവരുണ്ട് അല്ലെ? കൊടിഞ്ഞിയിലെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരൻ, അയാൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത്. ഒരു മുത്തക്ഷി പത്രം വാർത്ത കൊടുത്തത് വഴിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടു എന്നാണ്. വഴിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടു എന്നാണ്. ഇത് ഫാസിസ്റ്റുകൾ കൊല ചെയ്തതാണെന്ന് ആദ്യത്തെ റിപ്പോർട്ടിൽ ഇല്ല. എന്നാൽ ഏതൊരു ഓട്ടോറിക്ഷ കുത്തിയിട്ട് മരിച്ച ഫീലിങ്ങിലാണ് വാർത്ത കൊടുത്തത്. ഏതൊരു ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു വീണതാണെന്നുള്ള നിലക്കാണ്. കൊന്നതിനെ കൊന്നതെന്ന് വിളിക്കാനും വെട്ടിയതിനെ വെട്ടിയതെന്ന് വിളിക്കാനും അതങ്ങനെ അഡ്രസ്സ് ചെയ്യാനും യഥാർത്ഥത്തിൽ വിവേകപൂർവ്വം നമുക്ക് കഴിയണം. വികാരപൂർവ്വം അല്ല, വിവേകപൂർവ്വം കഴിയണം. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നിർത്തണ രണ്ടാമത്തെ ഭാഗം അതാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു പാർട്ട് അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ നിന്ന് എന്ത് പാഠമാണ് നമ്മൾ ഉൾക്കൊണ്ടത് എന്നുള്ളത് എടുക്കണം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് സ്വന്തം വീട്ടിലാണെന്നുള്ളതാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് വീട്ടിലാണ് ആദ്യം തുടങ്ങിയത്. യാ ബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഏത് വയസ്സിലാണ് നിങ്ങൾ ഓർക്കണം? ചരിത്രത്തിലെ വായന അനുസരിച്ച് 17ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രവാചകനായിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ ഉപ്പ, നിങ്ങൾ എന്തിനാണ് കേൾക്കാത്ത, കാണാത്ത, പ്രതികരിക്കാത്ത, ഉപകാരം ചെയ്യാത്തതിനെ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ വാപ്പയാണ് അവിടുത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. എല്ലാ ആളുകൾക്കും അവരുടെ കുടുംബക്ഷേത്രത്തിലേക്കും പൂജാമുറിയിലേക്കും വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കണേ വാപ്പയോടാണ് അദ്ദേഹത്തിന് ഇത് ചോദിക്കേണ്ടി വന്നത് അല്ലെ? നിങ്ങൾ എന്തിനാണ് പിശാചിനെ ആരാധിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അവിടെ ആ വിളി നോക്കുങ്ങൾ, യാ അബത്തി എന്ന് പറയുന്നത് സ്നേഹപൂർവ്വമുള്ള, ഏറ്റവും ഉള്ളിൽ നിന്ന് സ്നേഹം പ്രകടമാക്കുന്ന വിളിയാണ്. 100% ആ വിളിയെയാണ് ആ അർത്ഥത്തിൽ അറബിയിലെ ആ പ്രയോഗം സൂചിപ്പിക്കാറുള്ളത്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്ന് പറയുന്ന പോലെ, യാ അബത്തി, എൻ്റെ പൊന്നുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും അള്ളാഹു നിർദ്ദേശിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ. ഓ നബിയെ, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം. നബിയോട് വളരെ സ്പെസിഫിക് ആയി പറഞ്ഞു, വാൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നീ ഉപദേശം കൊടുക്കണം. നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പ്രസരിപ്പിക്കൽ, അറിയിച്ചു കൊടുക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ദീനിയ എല്ലാ കാര്യങ്ങളും, അവരുടെ വിശ്വാസം, അവരുടെ നമസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ അച്ചടക്കം, അവരും അള്ളാഹും തമ്മിലുള്ള ബന്ധം, ഭയം, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്നത് പോലത്തെ ഒരു ഉത്തരവാദിത്തമാണ്. അത് നിസ്കരിക്കുന്നത് പോലത്തെ ഉത്തരവാദിത്തം നമ്മൾ വിചാരിക്കാറുണ്ടോ? നിസ്കാരം ഖളാ ആവുമ്പോൾ, നിസ്കാരം നഷ്ടപ്പെടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. നമ്മളെ വീട്, നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, നമ്മളെ പെങ്ങൾ, നമ്മളെ ഉമ്മ, നമ്മളെ ഉപ്പ, നമ്മളെ സഹോദരി, നമ്മുടെ അയൽവാസി, നമ്മുടെ ബന്ധു, നമ്മുടെ സഹപ്രവർത്തകൻ, അങ്ങനെയുള്ളൊരു വൃത്തത്തിൽ ഇത് ഏറ്റവും കണിശമായ ബാധ്യതയാണ്. നൂഹ് നബി അലൈഹി സ്വലാം ആ കപ്പല് മലന്റെ മേലെ കപ്പലുണ്ടാക്കുകയാണ്. മലന്റെ മേലെ കപ്പലുണ്ടാക്കുമ്പോൾ എല്ലാവരും കളിയാക്കി, വട്ടാണ്. ഇത്രയും കാലം അവർ പറഞ്ഞാൽ എന്താ, ഇയാൾക്ക് ഭ്രാന്താണെന്നാണ്. ഒരു നബിനെ പറ്റിയും അയാൾ ജിന്ന് ബാധിച്ചവനാണ്, അയാൾ ഭ്രാന്തനാണെന്ന് പറയപ്പെടാത്ത ഒരു പ്രവാചകൻ ഉണ്ടാകൂല കേട്ടോ. അയാൾ ജിന്ന് ബാധിച്ചവനാണ്. അതാണ് മജ്നൂൻ എന്ന് പറഞ്ഞാൽ ജിന്ന് ബാധിച്ചവൻ. ജിന്ന് ബാധിച്ചാൽ മനുഷ്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ചില പ്രശ്നം ഉണ്ടാകും എന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാളാണ്. അതിനുള്ള തെളിവാണ് ഈ മലന്റെ മേലെ കൊണ്ടേ കപ്പലുണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അവസാനം അടുപ്പ് നടക്കം വെള്ളം വന്നു, പൊട്ടി ഒഴുകി.
ആ കപ്പൽ ചലിക്കാൻ തുടങ്ങി. അപ്പോൾ ആ മോനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, വനാദാ നൂഹൻ ബിൻ ഹുവക്കാന ഫി മഗ്സൽ യാ ബനി യർകഅ്മാന, മോനെ എൻ്റെ കൂടെ കയറ് എന്ന് പറഞ്ഞു. വലാ തകുൻ മിനൽ മഅൽ കാഫിരീൻ, നീ കാഫിരീങ്ങളുടെ കൂടെ ആകരുത് എന്ന് പറഞ്ഞു. ഇത്രയും കാലം ഞാൻ കുറെ പറഞ്ഞതല്ലേ അവനോട്, ഭാര്യനോടും അവനോടൊക്കെ ഞാൻ കുറെ പറഞ്ഞു, ഇനി ഞാനില്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റും, അത് നിർത്തും. കുറെ പറഞ്ഞാണ് ഞാൻ നിർത്തി അല്ലേ. വേഗം തെറ്റലാണ്, ശൈത്താൻ വേഗം തെറ്റാനുള്ള പരിപാടി കൊണ്ടുവരിക. നമുക്ക് വേറെ ഏത് വിഷയം പറഞ്ഞിട്ടും തെറ്റാ, പ്രശ്നമൊന്നുമില്ല, തെറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ദഅവത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരാളോട് പറഞ്ഞ് പിണങ്ങാൻ പാടില്ല. മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും അത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ചില ആളുകൾ പറയും ഉമ്മാക്ക് 90-95 വയസ്സായി, ഉമ്മാക്ക് അതൊക്കെ മനസ്സിലാവും. ആരെ പറഞ്ഞു ഉമ്മാക്ക് മനസ്സിലാവില്ല? ഹിദായത്ത് പഠിച്ചോ കൊടുക്കേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, കരഞ്ഞു, നബിയെ എൻ്റെ അമ്മ ഇസ്ലാം സ്വീകരിക്കണത് നബിയെ, ഞാൻ കുറെ പറഞ്ഞു. നബി പറഞ്ഞു, ചെല്ല് വിട്ടുപോയിക്കോ പറഞ്ഞു. ചെന്നപ്പോണ്ട് ഉമ്മ വാതിൽക്കെ മോനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ച് കാത്തുക്കുകയാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഹിദായത്ത് നമ്മുടെ ആരുടെയും കയ്യിൽ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയതല്ല. അങ്ങനെയാണെങ്കിൽ അബൂ ത്വാലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കേണ്ടിയിരുന്നു, കിട്ടിയില്ലല്ലോ. അദ്ദേഹം അവിശ്വാസിയായിട്ടാണ് മരിച്ചത്. അദ്ദേഹത്തിന് നരകത്തിൽ 2 ചെരുപ്പുകൾ കൊടുക്കുന്നതാണ്. ആ ചെരുപ്പ് കൊടുത്ത തല ഇങ്ങനെ പൊട്ടിത്തെറിക്കും, അഗ്നികുണ്ഠം തലയിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലേത് അതാണ്. ഏറ്റവും ചെറിയ ശിക്ഷ. ഒരു കാലത്തും അതിൽ നിന്ന് അബൂ ത്വാലിബ് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്തവരെ അവരുടെ പാപത്തിന്റെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു മോചിപ്പിക്കുന്നു. അന്നുപോലും അബൂ ത്വാലിബ് മോചിപ്പിക്കപ്പെടുന്നില്ല. പ്രവാചകൻ അത്രയും സ്നേഹിച്ച് കൂടെ നിന്ന് അബൂ ത്വാലിബിന് പറ്റിയത് എന്താ? തൗഹീദ് കിട്ടിയില്ല. അപ്പൊ തൗഹീദ് അത്രയും വലുതാ. അപ്പൊ ഈ സൊഫിൽ വന്നിരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയ ഭാഗ്യമൊന്നുമല്ല സഹോദരന്മാരെ. തൗഹീദ് അള്ളാഹു തരിക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ച, അള്ളാഹുമായി ബന്ധപ്പെട്ട് അവകാശപ്പെട്ട കാര്യങ്ങളിൽ അവിടെ മുസ്ലിയാരും അവിടെ ഉസ്താദും അവിടെ ബീവിയും അവിടെ ഷെയ്ഖും അവിടെ ഗുരുവും പൂജാ വിഗ്രഹങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ സ്വീപ്പാക്കും. അവിടെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. മരിക്കാൻ കിടക്കുമ്പോൾ യാക്കൂബ് അലൈഹി സ്വലാം പറഞ്ഞ എന്താ? അംകുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബ് അൽ മൗത്ത്. യാക്കൂബ് അലൈഹി സ്വലാം മരിക്കാൻ കിടക്കുക, 12 മക്കളുണ്ട്. അപ്പോ നിങ്ങൾ എനിക്ക് ശേഷം പടച്ചോനല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത് കുട്ടികളെ, നിങ്ങൾ ആരെ ആരാധിക്കുക എന്ന് ചോദിച്ചു. അപ്പൊ ക്ലാരിറ്റിയിൽ പറഞ്ഞെടുത്തു, നിങ്ങളും നമ്മളാ വല്യാപ്പിയൊക്കെ പഠിപ്പിച്ച് ആ പടച്ചോലെ ആ പടച്ചോനെയാണ് വിളിക്കുക, ആ പടച്ചോനെയാണ് വിളിക്കുക. ആ സന്തോഷത്തോടെയാണ് അദ്ദേഹം കണ്ണടക്കുന്നത്. അപ്പൊ മരണത്തിന്റെ മിനിറ്റുകളിൽ പോലും അതുണ്ടായി. ചെറിയ മോനെ വിളിച്ചിട്ട് ലുഖ്മാൻ നബി സ്വലാം പറഞ്ഞു, യാ ബനിയ്യ ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് കുടുംബങ്ങളൊക്കെ വിളിച്ചു, യാ ബനി ഫഹർ, യാ ബനി അദി, ഇങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണം എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകണ ഏറ്റവും മഹത്തായ രണ്ടാമത്തെ ഒരു സന്ദേശതാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് തുടങ്ങിയത്. കുടുംബത്തോട് വാപ്പയോട് ബന്ധപ്പെട്ടവരോടൊക്കെ അദ്ദേഹം പറഞ്ഞു. നമുക്കങ്ങനെ പറയാനുള്ളത് ചിലപ്പോൾ പറയായിരിക്കുമല്ലോ വേണ്ടത്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു CD എന്തെങ്കിലും ഒരു ലിങ്ക് കൊടുക്കായിരിക്കും വേണ്ടത്, ചിലപ്പോൾ വേറൊരാൾ ഉപയോഗിക്കായിരിക്കും വേണ്ടത്. നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഊമയായ സംസാര വൈഭവമില്ലാത്ത ഒരാൾക്ക് പോലും ഇത് ബാധ്യതയാണെന്നുള്ളതിൽ സംശയമല്ല. നമ്മൾ വേഗം മൂന്നാമത്തെ ഒരു പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠാണ്, അത് പറയുമ്പോൾ ഏറ്റവും മാന്യമായി പറയാന്നുള്ളത്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യ. യാ അബത്തി, എൻ്റെ പൊന്നാരൊപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, എനിക്ക് കുറച്ച് വിജ്ഞാനം വന്ന് കിട്ടിയിട്ടുണ്ട്. ജിബിരിൽ എൻ്റെ അടുത്ത് കുറച്ച് ഇൽമു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. മാ ലം യഅതിക, ഇതാരും നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ടില്ല. ഫത്തബിനി അഹ്ദിക സിറാത്തൻ സവിയ്യ, എന്നെ പിൻപറ്റൂ, ഞാൻ നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരാം എന്ന് പറയാണ്. അപ്പൊ അവിടെ ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, ഫിറഔന്റെ അടുത്തേക്ക് പോണ മൂസാ നബി അലൈഹി സ്വലാമിയോട് പോലും പറഞ്ഞത് ലയ്യിനായിട്ട് പറയണം എന്നാ, മാന്യമായി പറയണം, മൃദുലമായി പറയണം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിഷയം പറയണ്ടെന്നാണോ? വിഷയം ആദ്യം പോയിട്ട് വിഷയ പറഞ്ഞത് ആര്? മൂസാ അലൈഹിസ്സലാം. ഫിറൗന്റെ കൊട്ടാരത്തിൽ പോയിട്ട് വിക്കുള്ള സംസാര വൈഭവമില്ലാത്ത ആളെയാണ് പടച്ചോൻ പറഞ്ഞേക്കുന്നത് കൊട്ടാരത്തേക്ക് സംവാദത്തിന്. അതിന്റെ അർത്ഥം എന്താ? തൊള്ളത്തല്ലുമ്മ കഴിച്ചിലാകേണ്ടതല്ല, പടച്ചോന്റെ തൗഫീഖുമലാണ് ഇതൊക്കെ നടക്കേണ്ടത് എന്നാ. പടച്ചോനെ, എനിക്ക് വിക്കാണ്, എനിക്ക് സംസാര വൈഭവമല്ല. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എന്റെ കാര്യം എനിക്ക് എളുപ്പാക്കിക്കൊണ്ടാ, എനിക്ക് മനസ്സിന് വിശാലത കൊണ്ടാ, എനിക്ക് ധൈര്യം കൊണ്ടാ, അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യം കൊണ്ടാന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് സംസാര വൈഭവമല്ല, എൻ്റെ അനിയനെ എനിക്ക് നല്ല സംസാരമാണ്. ഹുവ അഫ്സഹു മിന്നി ലിസാന, നന്നായി സംസാരിക്കാൻ കഴിയും, അവൻ എനിക്ക് സഹായമായിട്ട് കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് കുടുംബത്തിന് വെളിച്ചം തേടിപ്പോയതാ. മലമുകളിൽ ലൈറ്റ് കണ്ടു. 8 കൊല്ലത്തിന് ശേഷം നാട്ടിൽ തിരിച്ചു വരിക. ഇവിടെ FIR ഉണ്ട്, ഇവിടെ കൊലക്കേസ് പ്രതിയാ. പക്ഷെ നാട്ടിൽ തിരിച്ചു വരികയാണ് ഭാര്യനെയും കൂട്ടിയിട്ട്. ഭാര്യക്കുള്ള നിക്കാഹിന്റെ ഓഹരി 8 വർഷത്തെ ആടിനെ നോക്കല്ലായിരുന്നു. കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വെളിച്ചമുള്ളിടത്തേക്ക് എത്തിയപ്പോ അള്ളാഹ് വിളിച്ചു, ഞാൻ നിന്റെ റബ്ബാണ്, അശരീരികൾക്കാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? നിന്റെ ചെരുപ്പ് അഴിച്ചിട്ടിട്ട് ഇങ്ങോട്ട് വാ
എന്ന് പറയുന്നത്. നീ തുവാ താഴ്വരയിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അവിടുന്ന് ഒളിച്ചോടല്ലേ ചെയ്ത് അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന റിഫ്ഖ് ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഒരു കാര്യം മൃദുലതയോടുകൂടെ കൈകാര്യം ചെയ്താൽ അതിന് ഭംഗി കൂടുകയാണ് ചെയ്യുക. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ. അള്ളാഹു മൃദുലതയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റഫീഖാണ്, അവൻ മൃദുലതയെ ഇഷ്ടപ്പെടുന്നു. അൽ മുഅ്മിൻ ഹലീമുൻ ലാ യജ്ഹൽ റഫീഖുൻ ലാ യഅനുഖ്. ഒരു വിശ്വാസി എന്താണ്? എപ്പോഴും വിശാല ഹൃദയമുള്ളവനായിരിക്കും, പക്ഷെ അവൻ പൊട്ടനാവില്ല. ലാ യജ്ഹൽ, വിശാല ഹൃദയമുള്ളവനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും മണ്ടത്തരങ്ങൾക്കും വിധേയനാവുകയില്ല. റഫീഖുൻ, അവൻ എപ്പോഴും മൃദുലതയോടുകൂടെ ഇടപെടുന്ന ആളായിരിക്കും. ലാ യഅനുഫ്, ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, ഉനുഫ് കാണിക്കൂല. അവൻ മറ്റുള്ളവരോട് മോട്ട് കാണിക്കുകയില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ശരി, ഇനി നമുക്ക് നാലാമത്തെ ഒരു പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റിയൊരു പോയിന്റാണ്. ഈ നമ്മൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യം ഉണ്ടല്ലോ, ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യത്തിൽ ശരിക്കും നിൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും. ശ്രദ്ധിച്ചു കേൾക്കാൻ പറയുന്നത്, ജീവിതത്തിൽ പലതും നഷ്ടപ്പെടും. എന്താ? തൗഹീദിന്റെ വഴി, ശരിയായ ദീനിന്റെ വഴി. എന്താ? ശരിയായ ദീനിന്റെ വഴി ഉൾക്കൊണ്ടു പോകുമ്പോൾ പലതും പുരോഗമനമായി ആൾക്കാർക്ക് തോന്നൂല, പലതും പുരോഗമനമായി തോന്നൂല, പലതും ഭയങ്കര പ്രശ്നമായിരിക്കും. നിലപാട് പറയുമ്പോൾ ആളുകൾക്ക് പിണക്കുണ്ടാകും കേട്ടോ. നിലപാട് പറയുമ്പോൾ ആളുകൾക്ക് പിണക്കുണ്ടാകും. നമുക്ക് പൊതു ഇടത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പിന്നെ വസ്ത്രം, നെരിയാണിന്റെ മുകളിലിട്ട വസ്ത്രം കാണുമ്പോൾ കൂട്ടുകാരനെ കളിയാക്കും. മുടി ഒന്ന് വൃത്തിക്ക് വെട്ടിയാൽ കൂട്ടുകാർ കളിയാക്കും. കുപ്പായം ഒരു നീളം കൂടിയ കുറേ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർ കളിയാക്കും. ഞാൻ കുട്ടികളോടാ പറയണത്. അതല്ലെങ്കിൽ നമ്മളൊരു ടീമിൽ പോകുമ്പോൾ നേരത്തെ നിസ്കരിക്കുക, കൃത്യമായി ചിട്ട പാലിക്കുക, ഇതൊക്കെ വരുമ്പോൾ ആളൊരു മണുങ്ങനാണ് ഇങ്ങനെ ഉണ്ടാകുക. അപ്പൊ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ സ്ഥാനം പോകും. ഭയങ്കര പള്ളി കമ്മിറ്റിയൊക്കെ ആയിരുന്നു, ഇപ്പൊ സ്ഥാനമൊക്കെ തെറിച്ച് എല്ലാവരോടും കൂടിയിട്ട് പുറത്താക്കി. അതല്ലെങ്കിൽ കുടുംബത്തിൽ ഭയങ്കര ആദരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു മൂപ്പർ. ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ ഇങ്ങനത്തെ കുറച്ച് കണിശതകളൊക്കെ എടുത്തു. സ്വന്തം മക്കളുടെ വേഷവിധാനം, സ്വന്തം ജീവിതത്തിലെ നിലപാട്, ഇതൊക്കെ ചിട്ടപ്പെടുത്തി. അവിടെയൊക്കെ പലതും നഷ്ടപ്പെടും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതം തരുന്ന ഒരു പാഠം എന്താ അറിയോ? അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിച്ചതൊക്കെ പഠിച്ചോൻ നമുക്ക് തിരിച്ചു തരുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം ജന്മനാട് വിട്ടു, പിതാവുമായി പിണങ്ങേണ്ടി വന്നു, ഒരു സമൂഹത്തിന്റെ എതിർപ്പിന് വിധേയമാകേണ്ടി വന്നു, തീയിൽ എറിയപ്പെട്ടു, അള്ളാഹുവിന് വേണ്ടി അദ്ദേഹത്തിന് ഒറ്റപ്പെടേണ്ടി വന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഖുർആൻ പറയാ, ഫലം അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ വകുല്ലൻ ജഅൽനാ നബിയ്യ. ഫലം അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. ആ ജനതയെയും അവർ ആരാധിക്കുന്നതിനെയും അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ജനതനെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആ നാട് വിടേണ്ടി വന്നു. പിന്നെ അവരാരാധിക്കുന്ന ദൈവങ്ങളൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. അപ്പോഴോ വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ, അദ്ദേഹത്തിന് നമ്മൾ ഇസ്ഹാക്കിനെ യാക്കൂബിനെയും കൊടുത്തു. 19 വയസ്സായിട്ട് 90 വയസ്സായിട്ട് ഒരു കാരണവർക്ക് മക്കളെ കൊടുത്തു. വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് നിങ്ങൾ. നമ്മളെ സൊഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വയസ്സായ ആൾ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചോനെ എനിക്ക് കുട്ടികളെ കൊണ്ടാന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. നമ്മളെന്താ വിചാരിക്കുക? പാവാണ്, ഇപ്പോഴും പ്രാർത്ഥിക്കും, സാധുവാണ്. ഒരിക്കലും അവർക്ക് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കണില്ല അല്ലേ? പക്ഷേ അത്രയും പ്രായമായതിൻ്റെ ശേഷം ഒരു കുട്ടിനെ ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കുട്ടികളെ കൊടുത്തു. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും നാടും നാട്ടിലെ അംഗീകാരവും വീടും കുടുംബവും താമസിക്കാനുള്ള ഇടവും ഒക്കെ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഇതിലേറെയൊക്കെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട 2 എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അപ്പൊ ദീനിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അതിന് പകരം തരും എന്നാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത അംഗീകാരങ്ങൾ എന്താണ്? അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. അള്ളാഹു അദ്ദേഹത്തെ നബിയാക്കി, അദ്ദേഹം സത്യസന്ധനാണെന്ന് പ്രഖ്യാപിച്ചു. വലഖദ് അർസല നൂഹൻ വ ഇബ്രാഹിമ, അദ്ദേഹത്തെ അള്ളാഹു റസൂലാക്കി അല്ലേ? ഇനി ജായിലുക ലിന്നാസ് ഇമാമ, അദ്ദേഹത്തെ ജനങ്ങളുടെ ഇമാമാക്കി. പിന്നെ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിന്റെ കൂട്ടുകാരനാക്കി. അതുപോലെ തന്നെ വകദാലിക നുരി ഇബ്രാഹിമ മലകൂത്ത സമാവാതി വല്ലർദ്, ആകാശഭൂമികളുടെ സൃഷ്ടി രഹസ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ഒരു ജനതയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ആളാക്കി അള്ളാഹു മാറ്റി. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, മറ്റുള്ള ആളുകൾക്കിടയിൽ നിന്നും അള്ളാഹു ദുനിയാവിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന അവസ്ഥ ഉണ്ടായി. വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു, ഇബ്രാഹിം നബിക്ക് അള്ളാഹു നേർമാർഗം കാണിച്ചു കൊടുത്തു. വജഅൽനാ ഫീ ദുർരിയതിഹി വന്നുബുവത വൽ കിതാബ, അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരയിൽ വേദഗ്രന്ഥങ്ങൾ ഇറക്കി പ്രവാചകന്മാരെ അള്ളാഹു അയച്ചു.
വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ, ഇസ്ഹാഖിനെ യാക്കൂബിനെയും കൊടുത്തു. വജഅൽനാ ലഹു ലിസാന സിദ്ഖിൻ അലിയ്യ, അദ്ദേഹത്തിന് ഏറ്റവും സത്യസന്ധമായി മാത്രം നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു നാവ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, അതിനു പുറമെ പരലോകത്ത് അദ്ദേഹം വളരെ സത്യസന്ധനാന്ന് പറഞ്ഞു. എത്ര കാര്യം? 12 കാര്യം ഞാൻ എണ്ണി പറഞ്ഞു ഇവിടെ. സ്വന്തം ജനതയെ ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ചു, ഇതൊക്കെ ഉപേക്ഷിച്ചപ്പോൾ പടച്ചോൻ 12 ഞാൻ 12 ലിസ്റ്റ് ചെയ്തത് പറഞ്ഞെന്നുള്ളൂ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ വല്ലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? അള്ളാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒക്കെ എണ്ണി തിരിച്ചു തരും, ദുന്യാവും തന്നെ തരും. നമുക്കത് പടച്ചോൻ തന്നതാന്ന് മനസ്സിലാക്കാനും അൽഹംദുലില്ലാഹ് പറയാനുള്ള തൗഫീഖ് കിട്ടണമെന്ന് മാത്രം. ദുന്യാവിൽ നിന്ന് തന്നെ ഒരു ജനത മുഴുവൻ നമ്മളെ ബഹിഷ്കരിച്ചാലും, ഒരു നാട് മുഴുവൻ നമ്മൾ ഒഴിവാക്കിയാലും, ഒരു കുടുംബം നമുക്ക് ചാപ്പ കുത്തിയാലും, നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടാലും, അല്ലെ, സ്വന്തം ബെഡ്റൂമിൽ പോലും നമ്മൾ പരീക്ഷിക്കപ്പെട്ടാലും, സ്വന്തം ബെഡ്റൂമിൽ പരീക്ഷിക്കപ്പെട്ട ആളാണ് ആസിയ ബീവി. അതെ, അവർക്ക് എന്താ കൊടുത്ത്? സ്വർഗത്തിൽ വീട് വേണം പഠിച്ചോനെ, എനിക്ക് വേറൊന്നും വേണ്ടായിരുന്നു, അല്ലേ? എത്രയോ ആളുകൾ അവരെ ചരിത്രത്തിലുടനീളം സ്മരിക്കുകയാണ്. ഫിറഔനിന്റെ രാജ്ഞി പദം ഒഴിവാക്കിയിട്ട് ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, വിശ്വാസ പരിത്യാഗത്തിന്റെ വഴി സ്വീകരിച്ചപ്പോൾ പടച്ചോൻ കൊടുത്തതാണത്. മാത്രമല്ല, ഒന്നുകൂടി പറയണ ഖുർആൻ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹനെ സൂക്ഷിച്ച് നിലപാടെടുത്ത ആൾക്ക് അള്ളാഹു മഖ്റജ് കൊടുക്കും, പോം വഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിൽ നിന്ന് എന്ത് ചെയ്യും? അവനുള്ള അന്നം പടച്ചോൻ കൊടുക്കും. കച്ചവടം പൂട്ടിപ്പോകുമല്ലോ പടച്ചോനെ, ബിസിനസ് മുടങ്ങുമല്ലോ, ഞാൻ നാട്ടിൽ ഒറ്റപ്പെടുമല്ലോ, ആൾക്കാർ ഇങ്ങോട്ട് കയറാതാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയാൾ വിശ്വാസത്തിൽ കോംപ്രമൈസ് ചെയ്യല്ല വേണ്ടത്. അയാളടുത്ത് വന്നിട്ട് ബഹുദൈവത്വവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിന് പിരിവ് വെച്ചു. ആ പിരിവൺ കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ കച്ചവടമല്ലേ, കച്ചവടമാകുമ്പോൾ പ്രശ്നമല്ലേ? ഒരു പ്രശ്നമല്ല. നിങ്ങൾ വീട് നിർമ്മാണത്തിന്റെ പൈസ ചോദിച്ചോളി, തന്നോളാം. നിങ്ങൾ മരുന്നിന്റെ പൈസ എന്നുള്ളത് ഇത് ഞാൻ തരൂല. വളരെ കൃത്യമായിട്ട് പറയണം, വളരെ കൃത്യമായിട്ട് പറയണം. പറയുമ്പോൾ അവിടെ കുറച്ചൊരു നഷ്ടമൊക്കെ ഉണ്ടാവും. ആ നഷ്ടം പഠിച്ചോ നികത്തിത്തരും പറഞ്ഞത്. ആ നഷ്ടം പഠിച്ചോ നികത്തിത്തരും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, കൈക്കോട്ടിന്റെ മറ്റേ സാധനം എടുത്ത് തല്ലാനൊന്നും നിൽക്കണ്ട, ശാന്തമായി പറഞ്ഞാൽ മതി. ശാന്തമായി പറഞ്ഞത് ആൾക്കാർക്ക് മനസ്സിലാകുള്ളൂ, അല്ലേ? പറഞ്ഞ് ജയിച്ച് തള്ളിടാൻ നോക്കി, മുട്ടുകുത്തിക്കാൻ നോക്കി അതിന് സ്വാധീനം ഉണ്ടാവില്ല. മുട്ടുകുത്തിച്ചു എന്നുള്ള ആസ്വാദനം നമുക്ക് ഉണ്ടാവും. നല്ല മറുപടി കൊടുത്തിട്ടുണ്ടെന്നുള്ള ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഒരാളോട് ചിലപ്പോൾ അപ്പം മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി. അറിയാത്ത കാര്യം വെറുതെ അറിയുന്നുള്ള ആൾക്ക് പറയണ്ട, അതെനിക്കറിയില്ല നോക്കിയിട്ട് പറയാൻ പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പൊ ആ നിലക്ക് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റണം. മാത്രമല്ല, ഉമ്മയെ തവക്കൽ അലല്ലാഹി ഫസ്വ ഹസ്ബൂന, നമ്മൾ അള്ളാനെ തവക്കുലാക്കിയിട്ടാണോ ഇത്തരം മേഖലയിലേക്ക് ഇറങ്ങുന്നത്? പടച്ചോൻ എന്ത് ചെയ്യും? പടച്ചോ മതി അവനെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. ഇന്നകലൻ തദഅ ഷൈഅൻ ലില്ലാഹി അസ്സ വജല്ല, അള്ളാഹ്ക്ക് വേണ്ടി നീ ഒന്നും ഒഴിവാക്കുന്നില്ല, ഇല്ലാ ബദ്ദലല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു, അള്ളാഹ്ക്ക് വേണ്ടി നീ ഒഴിവാക്കിയതാണോ അള്ളാഹ് അതിന് പകരം നിനക്ക് അതിലേറെ നല്ലത് തരും. അത് സ്വഹീഹ് ഹദീസാണ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസാണ്. വേറെ റിപ്പോർട്ടിലുള്ളത് ദുന്യാവിലും പരലോകത്തുള്ളതിലേറെ നല്ലത് നിനക്ക് തരുന്നതാണ്. ആ ഹദീസ് പക്ഷെ ദുർബലമാണ്, അത് നബിയിലേക്ക് എത്തുന്നില്ല. അത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയിലേക്ക് എത്തുന്നുള്ളൂ. മൻ തറക ശൈഅൻ ലില്ലാഹി അവലഹു അല്ലാഹു ഖൈറൻ മിൻഹു ഫി ദീനിഹി വ ദുനിയാഹു, അവന്റെ മതത്തിലും അവന്റെ ഇഹലോകത്തിലും അള്ളാഹു കൂടുതൽ നല്ലത് കൊടുക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം അദ്ദേഹം പറഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? അള്ളാഹു നിനക്ക് കൂടുതൽ നല്ലത് നൽകും എന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മൂസാ അലൈഹി ഇസ്ലാമക്ക് അദ്ദേഹം കൊട്ടാരസുഖം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തെ കലീമുള്ള എന്നല്ലാഹു വിളിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം അദ്ദേഹം ഹറാമിനെ നിരസിച്ചപ്പോൾ ഒരു രാജ്യത്തിന്റെ അധികാരം തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു. അസ്ഹാബുൽ കഹഫ്, ആ നാട്ടിലെ രാജാവ് പറഞ്ഞതനുസരിച്ച് രാജാവിനെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചിറങ്ങിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം കൊടുത്തു. നീണ്ട കാലങ്ങൾ അവരെ ഉറക്കിക്കിടത്തി വീണ്ടും അവരെ ഉണർന്നെഴുന്നേൽപ്പിച്ചു. ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവർ അള്ളാഹുവിന്റെ വഴി ഉൾക്കൊണ്ടവരാണ് എന്ന് അള്ളാഹു പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഹറാമും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ ശീലിച്ച ചില ഹറാമുകൾ എന്ന് പോരുമ്പോൾ, മൻ തറക ലില്ലാഹി മുഹറമൻ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു, ഹറാമായ ഒരു കാര്യം ഉപേക്ഷിച്ചു. നമുക്ക് നല്ലൊരു വരുമാനമായിരുന്നു, ഹറാമിന്റെ വരുമാനമായിരുന്നു, അയാൾ അത് ഉപേക്ഷിച്ചു. അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? അതിന് റീപ്ലേസ് ചെയ്ത് കൊടുക്കും, പകരം വേറെ പടച്ചോൻ കൊടുക്കും. അതിൽ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം, തവക്കുലാക്കണം, പ്രതീക്ഷിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ, ഒരാൾ എണീക്കുമ്പോൾ അയാളുടെ തലയിണയുടെ ചോട്ടിൽ എന്നും സ്വർണ്ണ നാണയം കാണും. സലഫുകളിൽപ്പെട്ട ഒരാൾ, പടച്ചോനായി കൊടുത്ത കറാമത്താണ്. അയാൾ അത് എടുത്തിട്ട് ആർക്കെങ്കിലും സ്വതക്കം കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരാളിങ്ങനെ സ്വതക്കം കൊടുക്കും, എന്നിട്ട് ഈ തലയിണയുടെ താഴെ പോയി നോക്കും, അപ്പോൾ കാണൂല. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ സ്വതക്ക് കൊടുക്കാൻ തുടങ്ങിയത് തലയിണന്റെ ചുവട്ടിൽ അത് കണ്ടിട്ടാണ്, പ്രതീക്ഷിച്ചിട്ടാണ്. ഞാൻ ജീവിതത്തിൽ ചെയ്തതൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല, അത് അള്ളാഹു എനിക്ക് പരീക്ഷണമായിട്ട് തന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ വിശ്വാസത്തിന് ഇതിലൊക്കെ വലിയ റോളുണ്ട്.
നമ്മളിതിനെ എങ്ങനെ വിശ്വസിക്കുന്നു, എങ്ങനെ മനസ്സിലാക്കുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാകണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമുക്ക് നൽകുന്ന അനന്തമായ പാഠങ്ങളുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5-മത്തൊരു കാര്യം തവക്കുലാണ്. ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി എന്ന് അദ്ദേഹം എപ്പോഴാണ് പറഞ്ഞത്? അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിന് തലവേദന വന്നപ്പോഴല്ല, അതല്ലെങ്കിൽ ഏതോ ഒരു സർജറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴല്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ആക്സിഡന്റിലായപ്പോഴല്ല. അദ്ദേഹത്തെ അള്ളാഹു തീക്കുണ്ടാരത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോഴാണ്. അല്ലേ? നമ്മളെ ജീവിതത്തിൽ ചെറിയൊരു വെല്ലുവിളിയോ ചെറിയൊരു പരീക്ഷണമോ ഒക്കെ വന്നാൽ തന്നെ നമ്മൾ അതിനെ എങ്ങനെ എടുക്കുക, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുക. പക്ഷെ അദ്ദേഹം ആ തീക്കുണ്ടാരത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ വാക്കാണത്. അപ്പോൾ ആ വലിയ തവക്കുലിൻ്റെ പാഠം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനുണ്ട്. നമുക്ക് അള്ളാഹു തന്ന പരീക്ഷണങ്ങളെയൊക്കെ സബറോടുകൂടെ നമ്മൾ നേരിട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ, പുണ്യങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ ആഘോഷപൂർവ്വം ഉൾക്കൊള്ളാവുന്ന ഒരു സാഹചര്യമൊക്കെ പടച്ചറബ് നൽകുന്നതാണ്. അതോടൊപ്പം 6-മത്തൊരു കാര്യം കൂടി നമുക്ക് പറയണം. എന്താണ്? അദ്ദേഹത്തിൻ്റെ ആതിഥ്യ മര്യാദ. ഹലതാക ഹദീസ് ലൈഫ് ഇബ്രാഹിം അൽ മുക്രമീൻ, മാന്യന്മാരായ അതിഥികൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്ന ചരിത്രം നിനക്കറിയോ? ഇത് ദഖലു അലൈഹി ഫഖാലു സലാമ, അവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രവേശിച്ച് സലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സലാം മടക്കി. ഖൗമുൻ മുൻകറുൻ, അദ്ദേഹത്തിന് പരിചയമല്ലാത്ത ആൾക്കാരാണ്. ഫറാഖ ഇലാ അഹ്ലിഹി, പക്ഷെ പരിചയമല്ലാത്തതെന്നൊന്നും അദ്ദേഹം കാട്ടില്ല. ശാന്തമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ടോ ഫജാ ബിഅജ്ലിൻ സമീൻ, നല്ലൊരു വലിയ മൂരിക്കുട്ടിനെ അറുത്തിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. ഫഖറബു ഇലൈഹിം ഫഖാല അലാ തഅകുലൂൻ, അപ്പോൾ അവർ നിങ്ങൾ കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ വലിയ ആതിഥ്യ മര്യാദ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആതിഥ്യ മര്യാദ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫീഹ ദലീലുൻ അലാ മുബാദറത്തുൽ ഖലീൽ ഇലാ ഇക്റാമിൽ ലൈഫ്. ആ അതിഥികൾ ആരാണെന്ന് പോലും അറിയണതിന് മുമ്പ് ഭയങ്കര VIP ഗസ്റ്റാണ്, ഞാൻ ഗൾഫിലുണ്ടായപ്പോൾ എനിക്ക് ജോലി തന്ന ആളാണ്, അല്ലെങ്കിൽ അന്ന് വാപ്പാൻ്റെ സർജറിക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, ഒന്നുമില്ല, ഒരിക്കലും അറിയാത്ത വ്യക്തികളാണ്. നമുക്ക് ഗസ്റ്റിനെ സ്വീകരിക്കണേനും അതിഥിയെ സ്വീകരിക്കണേനൊക്കെ പല പല കാറ്റഗറികളുണ്ട്, അല്ലേ? പല പല കാറ്റഗറികളും പല പല രീതികളും ഉണ്ട്. നമ്മളെ വീട്ടിൽ പണിയെടുക്കുന്ന ആൾ നമ്മളെ ഗസ്റ്റാണ്, നമ്മളെ അതിഥിയാണ്. എന്നാൽ പണിൻ്റെ അവസാനത്തെ ദിവസം എന്നൊരു ബിരിയാണി വെച്ച് കൊടുക്കാം. നമ്മൾ ചിന്തിക്കുമോ? നമ്മൾ അവിടെ അങ്ങോട്ട് വിശക്കും. പണിക്കൂലി ഇപ്പം എത്ര? 1600. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ അത് എവിടുന്നാ ചോദിച്ചാൽ കഴിച്ചോട്ടെ, ആദ്യമാണ് കരാറാക്കും. ഞാൻ പറഞ്ഞത് വീട്ടിലുള്ളവർക്ക് തന്നെ ഉള്ളത് തിന്നാനും ഉണ്ടാക്കാനും കഴിയാത്ത ശാരീരികാവസ്ഥ ഉള്ള ആ വീടിനെ കുറിച്ചല്ല ഞാൻ പറയണത്. മറിച്ച് അതിഥി എന്നത് ഇസ്ലാം അത്രയും വലിയ പ്രാധാന്യത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ്. അപ്പൊ ആതിഥ്യം എന്നുള്ളത് ഇസ്ലാം എങ്ങോട്ടാണ് ഘടിപ്പിക്കണത്? ആതിഥ്യം എന്നുള്ളത് ഇസ്ലാം എങ്ങോട്ടാണ്? അന്ത്യദിനത്തിലേക്കും അള്ളാഹുവിലേക്കുമാണ് ഘടിപ്പിക്കുന്നത്. ഒരാൾ നമ്മളെടുത്ത് അതിഥിയായി വന്നാൽ 3 ദിവസമാണ് ആതിഥ്യം, അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ. ആദ്യത്തെ ഒരു രാത്രിയും പകലാണ് സൂപ്പർ സൽക്കാരം. മനസ്സിലായില്ലേ? അന്ന് കോഴിയും ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉള്ളത് വൃത്തിക്ക് നല്ല പാത്രത്തിൽ, ആ ഷെൽഫിൽ എടുത്ത് വെച്ചാൽ മറ്റേ പാത്രം ഉണ്ടല്ലോ, അപൂർവമായി മാത്രം പുറത്തെടുക്കണേ, ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടാത്ത കുറച്ച് പാത്രം ഉണ്ടാവും നമ്മളൊക്കെ പേരിൽ, അല്ലേ? അങ്ങനെ തന്നെ വേണ്ടേ കേട്ടോ. ഞാൻ എതിരൊന്നും അല്ല ഇതിന്. പക്ഷേ അത് നമ്മളെ കുട്ടികളൊന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കൊന്നും വേണ്ട. കുട്ടികൾ എപ്പോഴും ഉണങ്ങിയ ഇപ്പോൾ വക്ക് പൊട്ടിയ പാത്രത്തിൽ ഓലിങ്ങനെ അയിമക്ക് വെള്ളമിറക്കി നിൽക്കുക. വേറെ ഏതെങ്കിലും സ്ഥലത്ത് അതിഥിയായി എത്തുമ്പോഴാണ് അത് കൊടുക്കേണ്ടതെന്നുള്ള സംഗതിയൊക്കെ പോകണം. അങ്ങനെ പൊട്ടണമൊക്കെ കൊടുത്തിട്ട് ശീലമാകണം. അവൻ പൊട്ടിക്കാതിരിക്കണം. ഇജ്ജെടുത്താൽ പൊട്ടും. കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കണം ആത്മവിശ്വാസമാണ്. ക്ലാസ് കൊടുക്കണ്ട, എന്താ അവൻ പൊട്ടും, പാത്രം പൊട്ടും. അവനത് കൊടുത്ത് അവനത് പിടിക്കാൻ പഠിച്ച് ആ ആത്മവിശ്വാസത്തേക്ക് അവൻ എത്തണം. അവൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ എനിക്കത് കഴിയില്ല, അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയ പ്രായത്തിൽ അവൻ കേൾക്കുന്ന ശബ്ദങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്നിനും അവന് ആത്മവിശ്വാസം ഉണ്ടായില്ല. നോക്കൂ, നിങ്ങൾ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും ചോദിച്ചില്ല. സ്വന്തം ദാരിദ്ര്യം പറഞ്ഞ് ഒഴിവായതുമില്ല. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന മോരിക്കൂട്ടിനെ അറുത്തിട്ട് കൊടുത്തു. അപ്പോൾ കാന ഇബ്രാഹിം അലൈഹി സ്വലാം മിൻ അക്രമിന്നാസിൽ ദൈഫ്. ഖുർത്തുബി പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും നന്നായി മാന്യമായി അതിഥികളെ ആദരിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാണ്.
അതുകൊണ്ട് അതിഥികളെ ആദരിക്കുക എന്നുള്ള വലിയൊരു പാഠവും കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ധാരാളം ഗുണപാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ദിവസങ്ങളാണിത്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, മുൻപ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു കിട്ടുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളും കുട്ടികളും എല്ലാവരും വീട് മൊത്തം നോമ്പ് എന്താ പറയുക, നോമ്പ് നോക്കുന്ന അവസ്ഥ ഉണ്ടാവുക. റമദാനിലൊക്കെ ഉള്ള പോലെ ഈ മഗ്രിബിൻ്റെ ജമാഅത്ത് കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നോമ്പോർക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും. ജമാഅത്ത് കളയാതെ നോക്കണം എന്നുള്ള കാര്യവും കൂടി സാന്ദർഭികമായി പറയാണ്. ഉദഹയ്യത്ത് സംബന്ധിച്ച് ഉദഹയ്യത്തിലേക്ക് പ്രവേശിച്ച അതിൽ ഉള്ള ആളുകളൊക്കെ അവരുടെ നഖം, മുടി ഇതൊക്കെ എടുക്കേണ്ട സമയമല്ല, എടുക്കാതെ സംരക്ഷിക്കേണ്ട സമയമാണ്. ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ഉദഹയ്യത്തിനെ ബാധിക്കൊന്നുമില്ല. ഇനിയും ഉദഹയ്യത്ത് കൊടുക്കാൻ തീരുമാനം എടുക്കാൻ പറ്റും, ഒരു പ്രശ്നമല്ല. ഇപ്പോഴും തീരുമാനം എടുക്കാം. അങ്ങനെ അതിൻ്റെ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് പ്രവേശിച്ചിട്ടില്ലല്ലോ എന്നുള്ള ബേജാറുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമുക്കിവിടെ ഓഹരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം, അത് എനിക്ക് അത്ര ധാരണയില്ല, അവസാനത്തെ അപ്ഡേറ്റ്സ് എൻ്റെ അടുത്തില്ല. പക്ഷേ ഉദഹയ്യത്ത് എടുക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം കുഞ്ഞിനെ അർത്ഥത്തിന് പകരമാണ് കുറേ കുട്ടികളുള്ള വാപ്പ അർത്ഥതല്ല, ആകെ ഒരു കുട്ടിയുള്ള വാപ്പ അർത്ഥതാണ്. അതും ഇനിയൊരു കുട്ടിയെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന പ്രായത്തിലല്ല. അതും ആ കുട്ടിൻ്റെ കൂടെ കൂടുതൽ നിന്നിട്ടില്ല. മക്കത്ത് ഒഴിവാക്കിയിട്ട് നേരെ ഇറാഖിലേക്ക് ദഅവത്തിന് പോയതാണ്. ആ കുട്ടി ഒന്ന് വളർന്നു വന്നിങ്ങനെ ശരിയായി വാപ്പാൻ്റെ കൈ പിടിച്ച് നടക്കാൻ കഴിയുന്ന പ്രായത്തിൽ, കഅബ ഉണ്ടാക്കാനൊക്കെ വാപ്പാനെ സഹായിക്കണ പ്രായത്തിലാണ് അറുക്കാൻ പറയണത്, അല്ലേ? അപ്പം അങ്ങനെയുള്ള മോൻ അർത്തിന് പകരമാണ് ഒരു എണ്ണത്തെ തന്നെ അറുക്കാൻ പറ്റുന്ന ഒരു പതുക്കെ ഒരു ഓഹരിക്ക് ചുരുങ്ങലാണ്. അത് അടുത്ത കൊല്ലം തിരുത്തുക. അങ്ങനത്തെ ആൾക്കാർ കേട്ടോ, അടുത്ത കൊല്ലം തിരുത്തുക. ഒരാടിനെ വാങ്ങാനുള്ള പൈസയൊക്കെ നമുക്കുണ്ട്, ആടിനെ അറുത്താലും മതി. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഒരു ജാഗ്രത നമ്മളെല്ലാവരും കാണിക്കണം. ഇനി അറുക്കാനൊന്നുള്ള അവസ്ഥ ഇല്ലാത്തവർ അതിൻ്റെ സ്ഥലം ഒരുക്കാനും അതിൻ്റെ വിതരണത്തിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചേർന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സഹകരിക്കുന്ന സ്വഭാവം ഉണ്ടാവണമെന്നോട് ഉണർത്തുന്നു.